أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه വസല്ലം. ആദരണീയനും പ്രിയങ്കരനുമായ ഉദ്ഘാടകൻ വിസ്ഡം ഇസ്ലാം ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ജനാബ് കുഞ്ഞുമുഹമ്മദ് മദനി പ്രൊഫസർ അവറുകളെ, വിസ്ഡത്തിൻ്റെ ജനറൽ സെക്രട്ടറി കെ സജ്ജാദ്, ബഹുമാനീയ മുഹമ്മദ് മദനി സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ ജനാബ് ടി കെ അഷ്റഫ് സാഹിബ്, മുനവർ സുലാഹി, അബ്ദുല്ല ഫാസിൽ, മറ്റ് സഹോദരന്മാരെ സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാലികമായി ഏറ്റവും അനിവാര്യമായത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് തന്നെ മനസ്സിലാക്കാനും ഉപയുക്തമാകുന്ന വിജ്ഞാനപ്രദമായ 3 ഗ്രന്ഥങ്ങളും അതോടൊപ്പം തന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതവും അതിൻ്റെ ധാർമ്മികതയും ആ സന്ദേശം സമൂഹത്തിന് കൈമാറുകയും ചെയ്യാൻ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. ഇത് നിമിത്തമായി അനേകായിരം ആളുകൾക്ക് നേരിൻ്റെ പാതയിലൂടെ മുന്നേറാനും ഇത് ജീവിതത്തിൽ പകർത്താനും തൻ്റെ കുടുംബജീവിതം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലെ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യവും തൗഫീക്കും അല്ലാഹു പ്രദാനിച്ചുമാറാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിമർശകരെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു ഇതിന് പറഞ്ഞ കാര്യമാണ്. അവർക്ക് കാര്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, അവർക്ക് അവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്, അവർ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്തതുകൊണ്ടാണ്. അത് ഹിദായത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നമ്മുടെ ഹിദായത്തിലായതിനു ശേഷം നമ്മുടെ ജീവിതം മറ്റുള്ളവരെ പോലെയാകാൻ പാടില്ല. ഉമ്മത്ത് മുഹമ്മദിൻ്റെ ജീവിതം എങ്ങനെയാവണം എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് പരമാവധി പകർത്താൻ ശ്രമിക്കുകയും അങ്ങനെ ശ്രമിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെതിരാവാതിരിക്കാനെങ്കിലും നാം ശ്രമിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലോകത്ത് ഏത് മേഖല എടുത്തു നോക്കിയാലും, നമ്മുടെ രാജ്യം ഉൾപ്പെടെ ലോകത്തെ രാജ്യങ്ങൾ മുഴുവനും നമ്മിൽ നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കി മാറ്റി അത് ഇസ്ലാമിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ഉണ്ടാകുമ്പോൾ ഈ അടിച്ചേൽപ്പിക്കാൻ നിമിത്തമാകുന്ന കാരണം ഉമ്മത്ത് മുഹമ്മദായ നമ്മളിൽ നിന്നുണ്ടാകുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് നമ്മൾ തന്നെ ആത്മവിമർശനം നടത്തണം. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ജീവിതം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, സദസ്സിൽ എവിടെ പോയി ഇരിക്കണം, എല്ലാ കാര്യവും. രാവിലെ എഴുന്നേറ്റാൽ 2 കൈയും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ വായിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം രാത്രിയിൽ നിങ്ങളുടെ കൈ മോശപ്പെട്ട സഞ്ചരിച്ചിട്ടുണ്ടാകാം എന്ന ഹദീസ് ഉൾപ്പെടെ മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ജീവിതത്തിൽ സമീപിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിച്ച് കാണിച്ചു തരികയും നമ്മോട് പറയുകയും ചെയ്തു. നമ്മുടെ ഈ അടുത്ത കാലത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു യോഗം നടന്നപ്പോൾ ഒരുപാട് ഹൈജീനിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു ഈ ഹദീസ് ഉദ്ധരിച്ചു. അവർ പറയുകയാണ്, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല, ഞങ്ങളത് ചിന്തിച്ചിട്ടുമില്ല. കാരണം സാധാരണ രാവിലെ എഴുന്നേറ്റാൽ പലരും ടാപ്പ് തുറന്ന് വായിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി ബ്രഷിൽ ചിലപ്പം പൈകൊണ്ടെന്ന് തേക്കും. പക്ഷേ ഈ ഹദീസ് പഠിച്ചൊരാൾ വൃത്തിയായി കഴുകിയിട്ടില്ലെങ്കിൽ ഈ മാലിന്യം തലേ ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ്റെ കൈ സഞ്ചരിച്ചിട്ടുണ്ടാകാം പല വൃത്തികെട്ട സ്ഥലങ്ങളിലും. ഈ വൃത്തികേടൊക്കെ അവൻ്റെ വായിലേക്ക് എത്തുകയാണ്. അത്രത്തോളം ശുദ്ധിയുടെ കാര്യത്തിൽ ശുദ്ധിയുടെ കാര്യത്തിലൊരു ഗ്രന്ഥം കൂടെ ഇന്നിപ്പോൾ റിലീസായി. ശുദ്ധിയുടെ കാര്യത്തിലും നഖം മുറിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നഖം നീട്ടുന്ന ആളുകളുണ്ടാകാം. പക്ഷേ നാം മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ, കഴുകുമ്പോൾ നഖം മുറിക്കാത്ത ആളുടെ ഈ നഖത്തിനുള്ളിൽ തീർച്ചയായും അംശം ബാക്കി ഉണ്ടാവുമെന്ന് കാര്യം യാതൊരു സംശയം വേണ്ട. പലപ്പോഴും വയറുവേദനയും രോഗങ്ങൾ ഉണ്ടാകുന്നത് അതുവഴിയാണ്. ഞാൻ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ജീവിതത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാര്യയോടുള്ള പെരുമാറ്റം, അയൽപക്കത്തോടുള്ള പെരുമാറ്റം, തൻ്റെ സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം,
തൻ്റെ ജീവനക്കാരുടെ പെരുമാറ്റം, എല്ലാ സ്ഥലങ്ങളിലും ആ സൂക്ഷ്മത, തഖ്വ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ എത്രത്തോളം പകർത്താൻ കഴിയുമോ അങ്ങനെ പകർത്തിയാൽ അത് മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായി തീരും. ഞങ്ങൾ MLA ടൂർ പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് PT തോമസ് MLA ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിനിൽ കിടന്നപ്പോൾ വലത്തോട് ചെരിഞ്ഞ് കിടന്ന് കാലിൽ വിരലിങ്ങനെ വെച്ച് ഞാൻ കിടന്നു. അപ്പോൾ നീ എന്ത് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന് ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, ഇതിലൊരു ശാസ്ത്രമുണ്ട്. എന്താണ്? ഈ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ പോകുമ്പോൾ എർത്തിലേക്ക് പോകാതെ ക്ഷീണം ഒരിക്കലും ഉണ്ടാവില്ല. ഇതിലൊരുപാട് മെഡിക്കൽ ശാസ്ത്രത്തിൽ ഒരുപാട് മെച്ചങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മൾ പ്രവാചകൻ്റെ ചര്യ അത് അതേപോലെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഭക്ഷണം കഴിക്കിയിട്ട് പലപ്പോഴും കൈ തുടക്കുന്നതാണ്. എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ എവിടെയോ വായിച്ചു, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ രണ്ടും കഴുകിയാൽ മുഖം തടവാറുണ്ട്, തടവാറുണ്ട്, രണ്ട് കൈയും തടവാറുണ്ട്. അതിൻ്റെ എഫക്റ്റ് വേറെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് എഫക്റ്റ്. ഞാൻ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചു, അത് കുടുംബത്തിൽ എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തിൽ ഏറ്റവും പ്രസക്തി എന്ന് പറയുന്നത്, ഒരു വിധി വന്നിരിക്കുന്നു, അന്യൻ്റെ ഭാര്യ പ്രായപൂർത്തിയായി കഴിഞ്ഞ് ഒരാളെ കൂട്ടി മറ്റൊരാൾ പോയാൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല. ഈ ട്രോളിറങ്ങി അന്ന് വിധി പറഞ്ഞ ജഡ്ജ് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വേറൊരാൾ കൈപിടിച്ച് പോകുന്ന ട്രോളിറക്കിയ അത് നമ്മൾ കണ്ടു. ഒന്നും ചോദ്യം ചെയ്യാൻ പെടാത്ത അധാർമികമായ പ്രവണതയുമായി മുന്നോട്ട് പോകുന്നവർക്കെല്ലാം അനുകൂലമായൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ അഹ്ലികാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ, അവരെ എല്ലാ അധാർമികതയും കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത നമ്മിൽ അർപ്പിതമാണ്. ഒരു മകളോട് കാണിക്കേണ്ട സ്നേഹം അമിതമാകുന്നു, മകളോട് പറയേണ്ട സമയത്ത് പറയാതെ പോകുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിടിക്കപ്പെടുമ്പോൾ ലോകം അറിയും, ഒന്നും പറയണ്ട, നമുക്ക് അമർത്തി വെക്കാം എന്ന് പറഞ്ഞ് സമീപനം സ്വീകരിക്കുന്നതിന് പുറമേ സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കാൻ കഴിഞ്ഞാൽ ധാർമ്മികത കാത്തു സൂക്ഷിക്കാനും അധാർമികത ശക്തമായി പോരാടുവാനും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും, ഇത് സമൂഹത്തിന് മാത്രമല്ല വരും തലമുറക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നൊരു തെറ്റ് അത് കണ്ട് കുട്ടി പഠിച്ചാൽ നമുക്കറിയാം. ഷെൽഫ് തുറന്ന് കുപ്പിയെടുത്ത് ബാക്കിയുള്ളത് അല്പം രുചിച്ചപ്പോൾ കുട്ടി ഇത് മദ്യമാണെന്ന് കണ്ടു, കുട്ടി അത് കുടിക്കാൻ തുടങ്ങി. അവസാനം കുട്ടിയിൽ നിന്ന് മാറ്റാൻ രക്ഷിതാവിന് കഴിഞ്ഞില്ല, തുടക്കക്കാരൻ അവൻ്റെ രക്ഷിതാവാണ്. അങ്ങനെ പലതും ഞാൻ നീട്ടിപ്പരത്ത് പറയുന്നില്ല. 1,46,000 കുടുംബം ഏറ്റവും ഒടുവിൽ എടുത്ത കണക്കനുസരിച്ച് 1,46,000 വീടുകളിൽ തൻ്റെ രക്ഷിതാക്കളാൽ മക്കളോ അല്ലെ കുടുംബാംഗങ്ങളോ സുരക്ഷിതരല്ല എന്ന് കണ്ടുപിടിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് ഈ ധാർമ്മികരുടെ ചർച്ച ചെയ്യുന്ന പ്രസക്തി മനസ്സിലാക്കേണ്ടത്. എവിടെയല്ല കേരളത്തിൽ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട കുടുംബക്കാരെ സ്വന്തം വീടുകളിൽ പെൺമക്കളോ സഹോദരിമാരോ സുരക്ഷിതരല്ല എന്ന് ഏറ്റവും ഒടുവിൽ തെളിയിക്കപ്പെട്ടാൽ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായി ഈ സന്ദേശം നമുക്കിത് എത്തിക്കുവാനും ഈ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുവാനും ഈ പ്രവർത്തനവും ഈ പരിപാടിയും ഒരു നിമിത്തമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വിജ്ഞാനപ്രദമായ ഏറ്റവും ഉപകാരപ്രദമായ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഈ ഒരു പ്രമേയം എടുത്തുനിന്ന് ചർച്ചയ്ക്ക് വന്ന വിസ്ഡം യൂത്തിനെയും വിസ്ഡം ഓർഗനൈസേഷനെയും അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ഇത്തരം കാര്യങ്ങൾ കാലികമായ ജനങ്ങൾക്ക് സന്ദേശമെത്തിക്കാൻ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.